ഇന്ന് നമുക്ക് പനീർ പോക്കറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മീഡിയം സൈസ് സവോള എടുത്ത് ചെറുതായിട്ട് അരിയണം. അരിഞ്ഞ സവോളയെല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിയണം. ഇതുപോലെ ചെറുതായിട്ട് വേണം അരിയുവാൻ. നമുക്ക് വെളുത്തുള്ളി അരിയണം, അതും ചെറിയ പീസസ് ആയിട്ട് വേണം അരിയാൻ. നമുക്കിനി ഒരു ബൗളിൽ കുറച്ച് മൈദ എടുക്കാം. ഒരു 3 സ്പൂൺ മൈദയോളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം വെള്ളം നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ മൈദ ഒരു തിക്ക് പേസ്റ്റ് പരുവത്തിൽ ആകുന്ന പോലെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി വെള്ളം കൂടുതലായി പോവരുത്. തിക്ക് പേസ്റ്റ് പരുവത്തിലാവുമ്പോൾ നമ്മളത് വെള്ളം കൂടുതൽ ചേർക്കാൻ പാടില്ല. പിന്നീട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ആ മിക്സ് കിട്ടേണ്ടത്. പാൻ വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്കിട്ട് വഴറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവോള ട്രാൻസ്പെറൻറ്റ് കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സായി അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പനീർ മിക്സ് ഇപ്പോൾ റെഡിയായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് പനീർ പോക്കറ്റ്സിനുള്ള ഷീറ്റ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സമോസ ഷീറ്റ് എടുത്ത് 2ആയിട്ട് മടക്കുക. നേരെ മടക്കി അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് 2 സെപ്പറേറ്റ് പീസസ് ആക്കുക. അതിനുശേഷം നേരെ ലെങ്ത് വൈസ് നമ്മൾ വീണ്ടും മടക്കി അതിനെയും കട്ട് ചെയ്യുക. നമുക്ക് 4 റെക്റ്റാങ്കുലർ പീസസ് സെയിം സൈസിൽ നമുക്ക് കിട്ടും. ഇനി 2 ഷീറ്റ് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് 2 പീസസ് എടുക്കുക. അതെടുത്തിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ അടിയിലത്തെ ഷീറ്റിൽ കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ മേളിൽ ഇത് വെച്ച് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ പനീർ മിക്സ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് വയ്ക്കുക. ഇനി നമ്മുടെ ഷീറ്റിൻ്റെ 4 സൈഡിലും ഈ മൈദ മിക്സ് തേച്ച് കൊടുക്കണം. അത് നമുക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടിയിലത്തെ പീസിൻ്റെ ഒരു സൈഡ് എടുത്ത് നമുക്ക് ആ മിക്സിൻ്റെ മുകളിലേക്ക് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസും എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മടക്കി വയ്ക്കുക. ഇനി സൈഡിലത്തെ പീസസ് അങ്ങനെ 4 സൈഡും നമുക്ക് കൂട്ടി യോജിപ്പിച്ച് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. മൈദ അതിൻ്റെ മുകളിൽ വരട്ടിയത് കാരണം അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ പീസസും നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അത് ചൂടാക്കാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് നമ്മുടെ പനീർ പോക്കറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. താഴെ ഭാഗം ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒരുപോലെ വേവിക്കുക. 2 സൈഡും ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്കത് എടുക്കാം. നമ്മുടെ ടേസ്റ്റി പനീർ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.